കോവളം മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ നിയമസഭാ യാത്ര തുടങ്ങുകയാണ്. ഒരു മണ്ഡലത്തിൽ എന്തു വേണം? അവിടെ ജനപ്രതിനിധിയായി അടുത്ത് വരുന്ന ആളിന് എന്തൊക്കെയാണ് പദ്ധതികൾ? അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ ഉള്ള ആളുകളെ തന്നെയാണോ നമ്മുടെ പ്രധാനപ്പെട്ട മുന്നണികൾ പതിവായി സ്ഥാനാർത്ഥികൾ ആക്കാറുള്ളത്? അങ്ങനെ ഒന്നും ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. പല മണ്ഡലങ്ങളിലും സീറ്റിനു വേണ്ടി ആളുകൾ കടിപിടി കൂടുകയാണ്. സടകുടഞ്ഞെഴുന്നേറ്റ പല്ലുപോയ സിംഹങ്ങൾ വരെ ഉണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം നേടാൻ ഓടി നടക്കുന്നവരുടെ കൂട്ടത്തിൽ. അക്കൂട്ടത്തിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന ജനപ്രതിനിധികൾ ആയിരുന്ന വ്യക്തികളും ധാരാളമുണ്ട്. ഒരു പഞ്ചായത്തിൽ തുടങ്ങി എന്തിന് സ്വന്തം മണ്ഡലത്തിലെ മുക്കും മൂലയും അരിച്ചുപിറക്കി അറിയാവുന്ന ധാരാളം പേർ. കോവളം മണ്ഡലത്തിൽ അത്തരം ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ആളുകൾക്കും ഭഗത്തിന്റെ പേര് സുവ്യക്തമാണ്. ഭഗത്ത് പഞ്ചായത്തിലെ അംഗമായിരുന്നു വെങ്ങാനൂർ ഡിവിഷനിൽ. ആ ഡിവിഷനിൽ എന്തൊക്കെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഈ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭഗത്തിനോട് എനിക്കുള്ള ആദ്യ ചോദ്യം, ഈ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കോവളം മണ്ഡലത്തിൽ പ്രകൃതിദത്തമായ വിഴിഞ്ഞം പോർട്ട്, അതുപോലെ കോവളം ഡെസ്റ്റിനേഷൻ, മറ്റൊന്ന് ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ, അതുപോലെ കാർഷിക യൂണിവേഴ്സിറ്റി, അങ്ങനെ എന്തുകൊണ്ടും സമൃദ്ധമായ മണ്ഡലം. പക്ഷേ ഈ മണ്ഡലത്തിന്റെ അമരക്കാരായി എത്തിയ ആളുകളൊക്കെ തന്നെ പല മേഖലകളെയും അവഗണിച്ച് കടന്നുപോകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം സ്വദേശിയായ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭഗത്തിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് പ്ലാനിങ്? അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ സ്വപ്നങ്ങളോ തന്റെ സ്വന്തം മണ്ഡലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിനിധീകരിച്ച വാർഡ് ഉൾപ്പെടുന്ന മണ്ഡലത്തെക്കുറിച്ച് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഭഗത്ത് വെങ്ങാനൂർ അംഗമായിരുന്നു. വെങ്ങാനൂരിൽ ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു നോക്കി. ധാരാളം ചെറുതാണെങ്കിൽ കൂടി വളരെ പൊന്നും വിലയുള്ള വികസനങ്ങൾ, സർക്കാർ സ്കൂളിൽ ജിംനേഷ്യം വരെ. അങ്ങനെ വെച്ച് നോക്കിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഭഗത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ തെരഞ്ഞെടുത്തത്. ഭഗത്തിന്റെ മനസ്സിൽ കോവളം മണ്ഡലത്തെ കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാകുമല്ലോ. വികസന സാധ്യതകൾ എന്തൊക്കെയാണ്? വികസന സാധ്യതകൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിയോജക മണ്ഡലം എന്ന രീതിയിൽ ആർക്കും ഈ പറയുന്ന പോലെ സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറം വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വിഴിഞ്ഞം സീ പോർട്ട്, ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലയിലെ ഏക ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ, ഇന്ന് ഈ നമ്മൾ കാണുന്ന വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തായാലും കല്ലൂർ ഗ്രാമപഞ്ചായത്തായാലും കോർപ്പറേഷന്റെ ഈ നമ്മുടെ കോവളം പ്രദേശമായാലും വിഴിഞ്ഞം സീ പോർട്ടിലേക്കായാലും ഇതെല്ലാം ഇന്ന് ശുദ്ധജലം നൽകപ്പെടുന്നത് നമ്മുടെ ഈ വെള്ളായണി കായലിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വയലേലകളാൽ സമൃദ്ധമാണ്. തലക്കുളങ്ങൾ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതലുള്ള അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ കോവളം നമ്മുടെ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ സെന്റർ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ നമുക്കൊരു കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ നിയോജക മണ്ഡലത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് തന്നെ അഭിമാനകരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലായിരുന്നപ്പോൾ ഉള്ള ഫിറ്റ്നസ് സെന്ററിനെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകൾ അറിയാലോ, ഒരു സർക്കാർ സ്കൂളിന് സമീപത്ത് തന്നെ അനേകം മറ്റ് പ്രൈവറ്റ് സ്കൂളുകൾ ഇന്ന് മത്സരിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ വരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഇപ്പൊ അറിയാം, ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ സ്പോർട്സിൽ പ്രാവീണ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം ഈ പറയുന്ന പോലെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു സ്കൂൾ തല മത്സരത്തിൽ ഒരു കുഞ്ഞ് മത്സരിക്കുന്നു. അത് കഴിഞ്ഞ് ജില്ലാ തലത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ആ കുഞ്ഞിന് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്താൽ ആ കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. പക്ഷെ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലഭ്യമായിരുന്നില്ല നമ്മൾ കയറുന്ന ആ സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിറ്റ്നസ് സെന്ററുകൾ നമ്മുടെ സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും, പ്രത്യേകിച്ച് അന്ന് 26 ഡിവിഷനായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ആ 26 ഡിവിഷനിലെയും ഒരു സ്കൂളിലെങ്കിലും ആദ്യഘട്ടം എന്ന രീതിയിൽ നമ്മളൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നിർബന്ധം നടപ്പിലാക്കുകയുണ്ടായി. തുടർന്ന് വരുന്ന ഈ സമിതിയിലും ഈ പദ്ധതികൾ തുടർന്നു പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഗോട്ടക്, ഇപ്പൊ നമുക്കറിയാം ഭാഷയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെയാണ്. പക്ഷെ ഒരു ഗ്ലോബൽ തലത്തിലേക്ക് നമ്മുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടില്ലാതെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോട്ടക് പദ്ധതി എന്നൊരു
ഒരു പദ്ധതി നമ്മൾ ഈ പറയുന്ന പോലെ രൂപം കൊടുത്തതും അതിൽ 50 കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്ത് 50 മണിക്കൂർ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഒരു അക്കാഡമിക് ഇയറിലെ തന്നെ 50 മണിക്കൂർ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അവർക്ക് മനസ്സിലുള്ളത് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് ആശയം കൈമാറാൻ ആ ഭാഷ എന്ന പരിമിതി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇപ്പോൾ അത് താങ്കൾ കണ്ടിരിക്കും, അനേകം കോട്ടക് അംബാസഡേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ മികവ് കാണിക്കുന്ന അനേകം ഒരു പ്ലാറ്റ്ഫോമുകൾ താങ്കൾ കണ്ടിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള പദ്ധതികൾ നമുക്ക് തുടക്കം നൽകാൻ കഴിഞ്ഞു. പിന്നൊന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളായണി കായൽ തന്നെ ഈ പറയുന്ന പോലെ കുടിവെള്ള സ്രോതസ്സാണ്. ആ കായൽ നമ്മൾ ഉൾപ്പെട്ട് വരുന്നത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലും കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലുമാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു കന്നുകാലി ചാനൽ എന്ന് പറയും, ആ മധുപാലത്തിലേക്ക് വരുന്ന അതിൽ 1 കിലോമീറ്റർ നമ്മുടെ പഞ്ചായത്ത് ഏരിയയും ഇനി വരുന്ന 1 കിലോമീറ്റർ പുഞ്ചക്കരി മുതൽ അങ്ങോട്ട് വരുന്ന മധുപാലം വരുന്നത് കോർപ്പറേഷന്റെ ഭാഗമാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമുക്കിവിടെ വ്യക്തമായിട്ട് കാർഷിക മേഖലയെ എത്തരത്തിലാണ് ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ബാധിക്കുന്നത് നമുക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ കയറി 1 വർഷം അല്ലെങ്കിൽ ആ 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മെയിൻ ഔട്ട്ലെറ്റ് ആയ കന്നുകാലി ചാനൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുഞ്ചക്കരി ഭാഗത്തുള്ള ഈ വയലേലകളിൽ നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, ഒരു നമ്മളൊരു റിസർവോയർ എന്ന രീതിയിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോ 95-ന് ശേഷം കൃഷി അല്ലെങ്കിൽ അന്ന് വറ്റിച്ച് കൃഷി നടത്തപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വെള്ളായണി എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇതുവരെയും ഡെപ്ത് അല്ലെങ്കിൽ ഡ്രെഡ്ജിങ് ചെയ്യുന്ന രീതിയിൽ ചെളിയോ ഒന്നും നീക്കാത്തത് കൊണ്ട് തന്നെ ആ റിസർവോയർ എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ ഡെപ്ത് കുറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു 4 മുതൽ 6 മീറ്റർ ശരാശരി ഡെപ്ത് ഉണ്ടായിരുന്ന നമ്മുടെ കായലിനെ സംബന്ധിച്ച് ഇന്ന് പലയിടത്തും ഇപ്പൊ നമ്മുടെ വള്ളംകളി മത്സരത്തിന് നമ്മൾ പോകുമ്പോൾ 1 മീറ്ററിന്റെ അകത്ത് തന്നെ ചെളിയാണ്. അപ്പോ നമുക്ക് ഈ വെള്ളത്തിനെ നമുക്ക് വേണ്ടത്ര രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിസർവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് കാരണം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ മഴ പെയ്തു തുടങ്ങി 3ാമത്തെ ദിവസമാകുമ്പോൾ നമ്മുടെ ആ പുഞ്ചക്കരി ഭാഗത്തുള്ള എല്ലാ വയലേലകളിലേക്കും പുഞ്ചപ്പാടത്തിലേക്കും ഈ പറയുന്ന പോലെ വെള്ളം നിറഞ്ഞു കവിയുകയാണ്. അപ്പൊ ആ കർഷകരെ സംബന്ധിച്ച് പിന്നൊരു 3 മാസത്തിന് ശേഷമായിരിക്കാം തിരിച്ച് കൃഷി മേഖലയിലേക്ക് നല്ല രീതിയിൽ അവർക്ക് ഈ പറയുന്ന പോലെ തിരിച്ചു വരാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ ഔട്ട്ലെറ്റ് കന്നുകാലി ചാനൽ എന്ന് പറയുന്ന അത് ഈ കുളവാഴയും മറ്റ് വേസ്റ്റ് എല്ലാം നിറഞ്ഞിരുന്നത് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുകയും ഈ പറയുന്ന പോലെ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പള്ളിച്ചൽ തോട് ഒരുപക്ഷെ താങ്കൾക്ക് അറിയാം, ആ പള്ളിച്ചൽ തോട് ആറാട്ടുകടവ് ഭാഗത്തായാണ് വരുന്നത്. അവിടെയും ഈ പറയുന്ന പോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും 70-ൽ മുകളിൽ ലക്ഷം രൂപ ചെലവാക്കി ആ തിങ്ങി പ്രദേശം പോലെ ആളുകൾ താമസിച്ചിരുന്ന ആ ഭാഗം 2 സൈഡിലേക്കും വെള്ളം കയറുന്നത് അതെല്ലാം നമുക്ക് കെട്ടിയെടുക്കുവാനും ക്ലീൻ ചെയ്യുവാനും കഴിയും. അപ്പോ ആദ്യം എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് നമ്മുടെ ആ കർഷകരെ ഒന്ന് നമുക്ക് നിലനിർത്തി അവരുടെ ഈ സംരംഭം നിലനിർത്തുക എന്നുള്ള ഒരു ആശയമാണ്. പിന്നെ ഈ പറയുന്ന പോലെ സ്കൂളുകളിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ട്രെയിനിങ്ങും ഫിറ്റ്നസും. അതെ, അപ്പോ അതായത് നമ്മുടെ ഈ ക്ഷീര കർഷകരെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ എല്ലാ സൊസൈറ്റികളിലും റിവോൾവിംഗ് ഫണ്ട്, അതായത് 2 ലക്ഷം രൂപ വരുന്ന ഒരു റിവോൾവിംഗ് ഫണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ കറവ വറ്റി വരുന്ന 7 മാസം കഴിഞ്ഞ് വരുന്ന പശുവിനെ ആ ഒരു കർഷകനെ സംബന്ധിച്ച് സ്വന്തം കയ്യിൽ നിന്നായിരിക്കണം ഈ പറയുന്ന പോലെ കാലിത്തീറ്റയും മറ്റ് ചെലവുകളെല്ലാം വഹിക്കേണ്ടത്. അപ്പോ ആ ഒരു കടഭാരത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ സ്ഥിരമായിട്ട് പാലൊഴിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു 5 പേർക്ക് നമുക്കത് ഒരു 40,000. ഇപ്പോ ഭഗത്ത് കൃഷിയെ കുറിച്ച് പറഞ്ഞു, കർഷകരെ ചേർത്ത് നിർത്തുന്ന പദ്ധതികളെ കുറിച്ച് പറഞ്ഞു, ഇറിഗേഷനെ കുറിച്ച് പറഞ്ഞു, ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട രീതിയെക്കുറിച്ച് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. എൻ്റെ ഒരു ചോദ്യം, ഇപ്പൊ കോവളം അതുപോലെ വിഴിഞ്ഞം ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ ഈ മണ്ഡലത്തെ കോവളം മണ്ഡലത്തെ പിൻപോയിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണെങ്കിലും കോവളം അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഇത് നിരന്തരം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിപ്പോ ആര് മാറി മാറി വന്നാലും അവിടെ വരേണ്ട ആളുകൾ വരും, പദ്ധതികൾ വരികയും ചെയ്യും. പക്ഷേ അപ്പോൾ വരുന്ന ആളുകൾ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ആളുകൾ കാണാതെ പോകുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അത് ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. അവരെ
പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകാതെ അല്ലെങ്കിൽ ചേരിതിരിഞ്ഞു പോകാതെ ചേരിവൽക്കരിക്കപ്പെട്ടു പോകാതെ അവരെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് ഭഗത്തിന് ഉണ്ടോ? അല്ലെങ്കിൽ ഭഗത്തിന്റെ ബ്ലൂ പ്രിന്റിൽ അതുണ്ടോ? മനസ്സിലായി. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാത് സ്ഥലത്ത് അതിൻ്റെതായ പ്രത്യേകതകൾ എന്നും ഉണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞത്ത് ഏറ്റവും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഫിഷ് തന്നെയാണ്. ഫിഷ് തന്നെ. അപ്പൊ അവിടെ ഉള്ള മത്സ്യ സമ്പദന അല്ലെങ്കിൽ മത്സ്യ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് നാളത്തെ ഏറ്റവും വലിയ സാധ്യതയായിട്ട് കാണുന്നത് മത്സ്യസമ്പത്ത് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം ഒരു സീ പോർട്ട് എന്ന രീതിയിൽ കാണുന്നതിലുപരി ഒരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് കണ്ടാൽ ഇവിടെ നിൽക്കുന്ന എല്ലാ വിഭവങ്ങളെ സംബന്ധിച്ച്, പരമ്പരാഗത തൊഴിൽ മേഖലകളെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ലോകത്തിലേക്കുള്ള ഒരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിഴിഞ്ഞത്തെ കാണാം. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ പറയുന്ന നമ്മുടെ തനത് വിഭവങ്ങൾ, അത് പരമ്പരാഗതമായ ഭക്ഷ്യ വിഭവങ്ങളായാലും തന്നെ, ഇപ്പൊ പനയോല പോലെയുള്ള ഉൽപ്പന്നങ്ങളായാലും നമ്മുടെ ആർട്ട് ഫോമുകളായാലും ഇതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഓരോ വേദികളായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ. പറയുന്നത് കോവളം എന്നൊരു ബ്രാൻഡ് വികസിപ്പിക്കണമെന്നാണ്. അതെ. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് കേരളത്തിലുള്ള എല്ലാ തനതായ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയം പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. അതാത് പഞ്ചായത്തുകളിൽ ഈ പറയുന്ന നമ്മുടെ, അത് കാർഷിക മേഖലയായാലും ഉൽപാദക മേഖലയായാലും ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോ സെന്റേഴ്സും നമ്മുടെ ഈ പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുന്നവർ എന്ന് പറയുന്നവരെ പിടിച്ചു നിർത്താൻ, നമുക്ക് ഈ പറയുന്ന പോലെ അവർക്ക് സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ അവരെ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഓരോ പദ്ധതികളായിരിക്കണം നമ്മൾ അവരെ മുൻപിൽ ഈ പറയുന്ന പോലെ നടപ്പിലാക്കേണ്ടത്. അതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും. താങ്ക് യു. ഭഗത്ത് പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ആ നാടിനെ കുറിച്ച്, ആ മണ്ഡലത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വേണം. അതുമാത്രമല്ല, വികസനം എങ്ങനെയായിരിക്കണം? വികസനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പോക്കറ്റ് ഏരിയയിലുള്ള കുറെ ആളുകൾക്ക് മാത്രമുള്ളതാകരുത്. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകരുത് ജനം, അതുപോലെ ചേരിയായി പോകരുത് ഒരു ഭാഗം. എല്ലാ ആളുകളെയും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ബ്ലൂ പ്രിന്റിന്റെ ഉടമയാണ്, അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് സ്വപ്നത്തിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഭഗത്. അതുകൊണ്ട് തന്നെയാണ് വെങ്ങാനൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡിവിഷനെ പ്രതിനിധീകരിച്ച് ജില്ലാ പഞ്ചായത്തിൽ പോയപ്പോൾ 70 ലക്ഷം രൂപ മുടക്കി കനാൽ ഇറിഗേഷൻ പ്രോജക്റ്റ് വികസിപ്പിക്കുക, അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരാനും നടപ്പിലാക്കാനും ഭഗത്തിന് കഴിഞ്ഞത്. ഭഗത്തിനെ പോലെയുള്ള ആളുകളാണ് ശരിക്കും നമ്മുടെ നിയമസഭയിലെത്തി പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി നമ്മുടെ നാടിനെ വികസനത്തിലേക്കും നമ്മുടെ ഓരോ വ്യക്തിയെയും സമഗ്രമായ സ്വയം പര്യാപ്തതയിലേക്കും കൊണ്ടുവരാൻ പ്രാപ്തരായവർ എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല.